ശാന്തമീർ രാത്രി എന്ന മൂവിയുടെ ടീം അംഗങ്ങളാണ്. ടിനിച്ചേട്ടാ, ഗോകുൽ, സിദ്ധാർത്ഥേട്ട, കൈലാഷേട്ട. സ്വാഗതം. കൈലാഷേട്ട നീലത്താമര എന്ന് പറഞ്ഞ മൂവി കണ്ട സമയത്ത് ഞാനൊന്ന് 9th പഠിക്കുന്നുണ്ടായിരുന്നു. സമയത്ത് എനിക്ക് കുറച്ച് ക്രഷൊക്കെ ഉണ്ടായതായിരുന്നു. ഞാനും സിസ്റ്റർ ഞാൻ 9th പഠിക്കുമായിരുന്നു. ടിനിച്ചേട്ടൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഈ തൊട്ടതെല്ലാം പൊന്നാക്കം പറയുന്ന ടിനിച്ചേട്ട പറയുന്നതൊക്കെ കൂടുതൽ എയറിലോട്ട് പോകാറുണ്ടല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. യുദ്ധം എന്ന് പറഞ്ഞാല് ശരിക്കും ഞാൻ ഓർക്കുമ്പോ അമ്മ ലളിത ചേച്ചി എന്നെ ഏൽപ്പിച്ചു തന്നതാ. സിംഗപ്പൂർ പ്രോഗ്രാമിന് ഒക്കെ ഗിരീഷ് ശ്രീനിവാസും പുള്ളിയാണ് എന്റെ റൂമിൽ. ഈ 2 പിള്ളേരെ എന്നെ ഏൽപ്പിച്ചു തന്നേക്കാം. അവര് മലയാള സിനിമയുടെ മെയിൻ ഘടകങ്ങളായി മാറി എന്നുള്ളതാണ്. അന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ രക്ഷപ്പെട്ടു പോകും. അന്ന് കാല് പിടിച്ചാൽ ഞാൻ പറയാറുണ്ട്, അത് ഞാൻ ചെസ്സും ക്യാരം ബോർഡൊക്കെ കളിക്കുന്നതാണ്. ചില പിള്ളേര് വന്നിട്ട് അപ്പൊ തന്നെ റെഡ് അടിച്ചിടും. അതുപോലെ ഫസ്റ്റ് വന്നിട്ട് ഉടനെ അവാർഡ് മേടിച്ചിട്ട് പോയത്. അല്ല, നമ്മൾ കുറെ കാലം ഇരുന്ന് അങ്ങനെ വരുമ്പോഴാണ് ഒരു അവാർഡിനൊക്കെ ഒരു വില ഉണ്ടാവുന്നത്. ഇത് വന്നിട്ട് മേടിച്ചിട്ട് ഇതിന് തന്നെ അറിയാൻ എന്തൊക്കെയാ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ മൂവിയിലോട്ടുള്ള എൻട്രി എന്ന് വെച്ചാൽ ബ്ലസ്സി സാർ ത്രൂ ആയിരുന്നു, ജയരാജ് സാർ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഈ മൂവി കഴിഞ്ഞ ആടുജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ ജയരാജ് സാറിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത് നമ്പർ കാണും. അങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് സാറിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് അയക്കുന്ന കഥ പറഞ്ഞത്. അപ്പൊ കഥ പറഞ്ഞപ്പോ തന്നെ ഇതൊരു 1970s ഇത് എന്നെ പോലെ ഒരു ജെൻസി പയ്യൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള പ്രേമമാണ് ഈ സിനിമയില് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൂ. എന്റെ മോളെ ഇവനെ അടിച്ചോണ്ട് പോണത്. ഇദ്ദേഹം ഗൂഗിള് ആടുജീവിതത്തില് ശരിക്കും വെറുതെ എന്തോ ഒരു ഇന്റർവ്യൂ എന്നാണല്ലേ, വെറുതെ ഒരു ഓഡിഷൻ എന്നാണ്, ഒരു തമാശയായിട്ട് എന്നാണ്. പക്ഷെ ഇത്രയും പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, കൈലാഷേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ശാന്തമീ രാത്രി. ആക്ച്വലി ജാസിയേട്ടനെ മിസ് ചെയ്തുകൊണ്ട്, ജാസിയേട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. വെൽക്കം ടു സെല്ലുലോയിഡ് ആൻഡ് ഇറ്റ്സ് മീ ദീപ്തി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ശാന്തമീർ രാത്രി എന്ന മൂവിയുടെ ടീം അംഗങ്ങളാണ്. ടിനിച്ചേട്ടാ, ഗോകുൽ, സിദ്ധാർത്ഥേട്ട, കൈലാഷേട്ട. സ്വാഗതം. ഫുൾ എനർജിയിലാണല്ലോ എല്ലാവരും ഉള്ളത്. ഞാനും നല്ലൊരു എനർജിയിലാണ്. എന്താ കാര്യം, ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കലാണല്ലോ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൂവിയിലെ സെറ്റും കാര്യങ്ങളും? എങ്ങനെ ഉണ്ടായിരുന്നു കൈലാഷേട്ട? ആദ്യം ആടുജീവിതം പറയട്ടെ. ഓക്കെ, കൈലാഷേട്ട നീലത്താമര എന്ന് പറഞ്ഞ മൂവി കണ്ട സമയത്ത് ഞാനൊന്ന് 9th പഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കുറച്ച് ക്രഷൊക്കെ ഉണ്ടായതായിരുന്നു. ഞാനും സിസ്റ്റർ 9th പഠിക്കുമായിരുന്നു. അപ്പൊ 2009 മൂവി ഇറങ്ങി. ആ സമയത്ത് എനിക്ക് കുറച്ച് ക്രഷൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ അതിൽ നിന്നും ഈ ഒരു മൂവിയിലോട്ട് എത്തുമ്പോൾ ഒരു റൊമാൻറ്റിക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? റൊമാൻസ് എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ട്. പ്രത്യേകിച്ച് ജയരാജന്റെ എല്ലാ സിനിമകളിലും സ്നേഹം, പ്രണയം, ഇമോഷൻസ് വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഈ സിനിമ ശാന്തമീ രാത്രി എന്ന് പറയുന്ന ടൈറ്റിൽ പറയുന്ന പോലെ ഒരു രാത്രിയുടെയൊക്കെ പ്രധാനപ്പെട്ട കഥകളൊക്കെ പറയുന്നുണ്ട്. 2 ബ്രിഡ്ജുകൾ, നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെയും ഇവിടെയുള്ള കേരളത്തിലെ ഒരു തൂക്ക് പാലം എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്തിട്ടൊക്കെയുള്ള ഒരു 2 കാലഘട്ടത്തിലൊക്കെയുള്ള കഥ പറയുന്ന, എന്നാൽ ഇതൊരു ടൈം പ്രസന്റ് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഒപ്പിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലും അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെയാണ് ഈ ശാന്തമീ രാത്രി എന്ന് പറയുന്ന പാട്ട് നമ്മൾ കേൾക്കുന്നത്. സാറിന്റെ തന്നെ ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 30-31 വർഷത്തിന് ശേഷം സാറ് വീണ്ടും ശാന്തമീ രാത്രി എന്ന് പറയുന്ന ഹിറ്റായിട്ടുള്ള സാറിന്റെ തന്നെ ജോണി വാക്കറിലെ പാട്ടിന്റെ ആ ലൈനിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു ടൈറ്റിലിംഗ്. പിന്നെ സാറിനൊപ്പം ഞാൻ ഇതിനു മുമ്പ് മനോരഥങ്ങൾ, MT സാറിന്റെ 9 കഥകൾ വന്നപ്പോൾ അത് അഭിനയിച്ചിട്ടുണ്ട്. മറ്റൊരു നമ്മുടെ മാധവിക്കുട്ടിയുടെ ഒരു കഥ അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട്. ഉണ്ണിമൂന്തനും ഞാനും ആണ് അഭിനയിക്കുന്നത്. അതിപ്പോൾ സാറുമായിട്ട് ചെയ്തു. വീണ്ടും സാറുമായിട്ട് ഇപ്പോൾ ഇതിൽ. അപ്പോൾ സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാറിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പെട്ടാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറ് ചെയ്യുന്ന സിനിമകളിൽ വീണ്ടും വീണ്ടും നമ്മളെവിടെയെങ്കിലും ഒക്കെ ഉൾക്കൊള്ളിക്കുകയും നമ്മളെ ഒന്ന് അതൊരു രസമുള്ള ഒരു സ്കൂളിംഗ് ആണ്. അപ്പോൾ എനിക്കത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സാർ എപ്പോൾ വിളിച്ചാലും വളരെ പെട്ടെന്നായിരിക്കും വിളിക്കുക.
എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇപ്പൊ അങ്ങനെയാണ് ഈ ഒന്നിൽ കൂടുതൽ സിനിമകൾ സാറിന്റെ പ്രത്യേകത അതാ. അങ്ങനെ ചെന്നങ്ങോട്ട് പെടാറുണ്ട്. എങ്ങനെയായിരുന്നു ഈ മൂവിയിലോട്ട് എത്തിപ്പെട്ടത്? എനിക്കിതിന് മുൻപ് ഞാൻ പറഞ്ഞില്ലേ, മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറുമായിട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് വലിയ നമ്മൾക്ക് വിചാരിക്കുന്നതിനൊക്കെ ഒത്തിരി മുകളിലുള്ള ഒരു സംവിധായകനാണ്. അല്ലെങ്കിൽ നമുക്കൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേഷം ചോദിക്കാനോ ഒന്നും പറ്റുന്നതിനൊക്കെ ഒത്തിരി മുകളിലാണെന്നുള്ള ഒരു ധാരണയും, അത് അദ്ദേഹത്തെ പേടിച്ചിട്ടല്ല, അദ്ദേഹം ചെയ്ത വർക്കുകളോടുള്ള നമ്മുടെ ഒരു റെസ്പെക്റ്റും അത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിൽ നിന്നാണ്. പക്ഷെ അദ്ദേഹം നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണലി നമുക്കൊരു പുതിയ എനർജിയാണ്. അങ്ങനെ ഞാൻ അത് ചെയ്ത ശേഷമാണ് ഈ ശാന്തമി രാത്രിയുടെ ഒരു കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ഇവിടുത്തെ പോർഷനിലാണ്, കേരളത്തിലെ പോർഷനിലാണ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. UK ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ സന്തോഷം. ഓക്കെ, ടിനിച്ചേട്ടൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ തൊട്ടതെല്ലാം പൊന്നാക്കെന്ന് പറയുന്ന പോലെ ടിനിച്ചേട്ടൻ പറയുന്നതൊക്കെ കൂടുതൽ എയറിലോട്ട് പോകാറുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? അതെ അതെ, തൊട്ടതെല്ലാം അല്ല, പൊതുവെ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കെന്ന് പറയുന്നത് ടിനിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എയറിലേക്ക് പോകാറുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേണി? ഓക്കെ, അപ്പൊ ഈ ഒരു മൂവിയിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ ഇതിനുമ്പ് പെരുങ്കളിയാട്ടത്തിൽ ചെയ്തിരുന്നു. സാറായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഇരുന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു നോട്ടപ്പുള്ളിയായിരുന്നു പുള്ളിയുടെ. ക്യാമൽ സഫാരിയിൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു. അപ്പം ഇതിലെനിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോകുല് പല ജനറേഷൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കൈലാഷ് തൊട്ട് എടുക്കുകയാണെങ്കിൽ സിദ്ധു എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഓർക്കുമ്പോൾ അമ്മ ലളിത ചേച്ചി എന്നെ ഏൽപ്പിച്ചു തന്നതാണ്. സിംഗപ്പൂർ പ്രോഗ്രാമിനൊക്കെ വിനീത് ശ്രീനിവാസൻ പുള്ളിയാണ് എൻ്റെ റൂമിൽ. ഈ രണ്ട് പിള്ളേരെ എന്നെ ഏൽപ്പിച്ചു തന്നേക്കാം. അവർ മലയാള സിനിമയുടെ മെയിൻ ഘടകങ്ങളായി മാറി എന്നുള്ളതാണ്. അന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ രക്ഷപ്പെട്ടു അന്ന് കാല് പിടിച്ചാൽ അല്ല, പിള്ളേരായിരുന്നു അവര്. അപ്പൊ രാത്രി ഇരുന്ന് സിനിമകൾ കാണുന്നു, ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് കറങ്ങുന്നു. അത് ഭയങ്കര ഇങ്ങനെ കാണാണ്ടൊക്കെ പോയിട്ടുണ്ട്. അമേരിക്ക US പോയപ്പോ പോയി. അമ്മ എന്നെ കാണാണ്ട് പോയി. പിന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുത്ത് അവിടെ കിട്ടിയ ആൾ അപ്പൊ തന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തത് സിദ്ധുവിനെ. ഗോകുലെന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, അത് ഈ ഞാൻ ചെസ്സും ക്യാരം ബോർഡൊക്കെ കളിക്കലാണ്. ചില പിള്ളേര് വന്നിട്ട് അപ്പൊ തന്നെ റെഡ് അടിച്ചിടും. അതുപോലെ ഫസ്റ്റ് വന്നിട്ട് ഉടനെ അവാർഡ് മേടിച്ചിട്ട് പോയത്. അല്ല, നമ്മൾ കുറെ കാലം ഇരുന്ന് അങ്ങനെ വരുമ്പോഴാണ് ഒരു അവാർഡിനൊക്കെ ഒരു വില ഉണ്ടാവുന്നത്. ഇത് വന്നിട്ട് മേടിച്ചിട്ട് ഇവന് തന്നെ അറിയാൻ പാടില്ല എന്താ കിട്ടിയത്. ഗൂഗിളിന്റെ ആടുജീവിതം കണ്ട സമയത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഗൂഗിൾ എന്നാലും ഗൂഗിളിനെ ഒന്ന് രക്ഷിക്കായിരുന്നില്ല ബ്ലെസ്സാറിന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ ഗൂഗിള് മെസ്സി ഫാൻ ആയിരുന്നു തോന്നുന്നു അല്ലെ? ആ ഒരു ട്രോഫി ഫോട്ടോ അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ മൂവിയിലോട്ടുള്ള എൻട്രി എന്ന് വെച്ചാൽ ബ്ലെസ്സി സാർ ത്രൂ ആയിരുന്നു, ജയരാജ് സാർ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഈ മൂവി കഴിഞ്ഞ ആടുജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ ജയരാജ് സാറിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത് നമ്പർ വാങ്ങി. അങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് സാറിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് അയച്ചിരുന്നത്, കഥ പറഞ്ഞിരുന്നത്. അപ്പൊ കഥ പറഞ്ഞു തന്നപ്പോ തന്നെ ഇതൊരു 1970s അതായത് എന്നെ പോലെ ഒരു ജെൻസി പയ്യൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള പ്രേമമാണ് ഈ സിനിമയില് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര എക്സൈറ്റിംഗ് സംഭവമാണ്. കണ്ണുകൾ കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൂ. എന്റെ മോളെ ഇവൻ അടിച്ചോണ്ട് പോണത്. എന്നാലും മനസ്സിലൊക്കെ ശരിക്കും എന്റെ വീട്ടിൽ നിന്ന് റിയൽ ലൈഫ് പ്രണയം ഉണ്ടോ? എസ്തറയിലല്ലോ കയറ്റി വിട്ടു. അതുകൊണ്ട് ഇവന്റെ ശല്യം കാരണം അല്ല, അവള് ശരിക്കും കയറ്റി വിട്ടു ലണ്ടനിലേക്ക്. ലണ്ടനിലെ ആ ഒരു സമയത്ത് ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു, എസ്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സിദ്ധാർത്ഥന്റെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമ ആ സമയത്ത് ഒരു യൂത്ത് കുറെ ആൾക്കാർ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. അന്ന് ഞാൻ 2ലായിരുന്നു. ചെറിയൊരു ക്രഷ്. അതിനുശേഷം ബ്രഹ്മയുഗം ചെയ്തു. പിന്നെ ചിരിപ്പിക്കുന്നത് നമ്മുടെ സൂക്ഷ്മദർശിനി കണ്ടപ്പം സിദ്ധാർത്ഥന് ഇത്രയും ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ ഒരു സിനിമയിലോട്ട് എത്തുമ്പം ഒരു കോമഡി സീരിയസ് ആണോ അതോ ഒരു യൂത്ത് ആണോ, എങ്ങനെയാണ് വരുന്നത്? ഒരു അങ്ങനെ കോമഡി പരിപാടിയല്ല, പക്ഷെ ഒരു
ഇപ്പൊ കലാശ് പറഞ്ഞല്ലോ 2 ബ്രിഡ്ജിന്റെ കഥയാണെന്നുള്ളത്. ഇപ്പൊ ലണ്ടൻ ബ്രിഡ്ജും ഇവിടെ നാട്ടിലുള്ള ഒരു തൂക്കുപാലം, അതുപോലെ ഒരു ഹ്യൂമൻ ബ്രിഡ്ജാണ് എന്റെ ക്യാരക്ടർ വാപ്പച്ചി എന്ന് പറയുന്ന ഒരു പാർട്ടി. സോ ഈ ലെറ്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ അതായിരുന്നു. പിന്നെ ഇതൊരു പേഴ്സണൽ പരിപാടിയാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് ഓടിയെത്തിയതിന്റെ ഒരു സാധനം എന്ന് പറയുന്നത്. എൻ്റെ ഗുരുനാഥനാണ് ജയരാജ് സാറ്. ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്നാണ് സിനിമ പഠിച്ചു തുടങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷം പുള്ളി ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു വേഷം എന്നെ വിളിച്ചു എന്ന് പറയുന്നതിൽ നമുക്കൊരു അതിയായ സന്തോഷമുണ്ടായി. സോ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് ട്രൈ. ഒരു ചെറിയൊരു ചളുപ്പല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഗുരുനാഥന്റെ മുന്നിലാണ് ഇത് അഭിനയിക്കുക. ഇപ്പൊ പ്രിയൻ സാറൊക്കെ വിളിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു സാധനമുണ്ട്, ബാക്കിയുള്ളവരുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ടാവും. പക്ഷെ അത് പുള്ളി വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വി ഡിഡ് ദ തിങ്സ് വെരി ക്വിക്ക്ലി. പെട്ടെന്ന് തീർന്നു പരിപാടി അല്ലേ? ഇതിപ്പോ ഞാൻ കുറച്ച് ഇവൻ ശരിക്കും ഒരു ഹീറോ ക്യാരക്ടറാണല്ലോ ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രൊഡ്യൂസറുടെ പേര് എന്ന് പറഞ്ഞ എന്റെ മുഖത്ത് നോക്കി പറ. ജെയിംസ് ഓപ്പടി ജെയിംസ് ജസ്റ്റിൻ ജോബി ജോസ് സാവിയോ. ഈ ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾ സെറ്റിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഗോകുലി പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സെറ്റിൽ ഇതൊരു കൂടുതൽ എക്സ്പീരിയൻസ്? എന്താ പറയാ, നമുക്ക് സെറ്റിന്റെ ഇടയിൽ ഇത് പ്രത്യേകിച്ച് സെറ്റ് തന്നെ ആവണമെന്നില്ല. ഇനി അത് ചായക്കടയിലും ഉണ്ടാവില്ലേ? അല്ല, ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. അപ്പൊ അത് ക്രഷ് ഒന്നുമില്ല. ക്രഷില്ല, 24 വയസ്സായി. ഇപ്പൊ ഇല്ല, 24 ഇപ്പൊ 30 ഇപ്പൊ എന്റെ മൂത്ത കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കാണ്. ഇല്ല ഇല്ല ടിൻചേട്ടാ, പിന്നെ കൂടെ നമ്മളിപ്പം ഇപ്പൊ റീസെന്റ് വേടന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പൊ ആ സമയത്ത് വേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാകാരന്മാർക്ക്. ഹലോ, എപ്പോഴാണ് എത്തിക്കോളാം എത്തിക്കോളാം. നമുക്ക് ജാസിയെ കുറിച്ച് പറയാം. ജാസിയാണ് ഈ ഐഡിയ പഠിപ്പിച്ചു തന്നത്. പുള്ളിയാണ് ഇത് മ്യൂസിക് ചെയ്യുന്നത്. എത്ര, അതായത് ലജ്ജാവതി എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് പാട്ട് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കണം. എന്താ അല്ല, ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും സ്റ്റേജിൽ. ഇപ്പൊ നമ്മൾ ഷോസിന് പോകുമ്പോൾ ലിസ്റ്റ് ഇടുമ്പോൾ ലജ്ജാവതി ഒരു ഫിനാലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന പാട്ടാണ്. അദ്ദേഹം ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സിംഗറും മ്യൂസിക് ഡയറക്ടറുമാണ്. ശരിക്കും ആ കാലഘട്ടത്തിൽ ദാസേട്ടൻ MG ശ്രീകുമാർ ഇല്ലാതെ ഒരു പാട്ട് ഒരു സിനിമ ഇറങ്ങാത്ത സമയത്താണ് പുള്ളിയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. അവിടെ നിന്ന് കന്നഡ തമിഴൊക്കെ കറങ്ങിയിട്ട് വീണ്ടും ഒരു വലിയ റൗണ്ട് അടിച്ച് ശാന്തമീ രാത്രിയിൽ അത് നമ്മളിങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം. ഒരാളെ ലോഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഗ്രാഫ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ സംഗീത സംവിധാനം. 7 പാട്ടുണ്ട്. ആ ഒരു ചെറിയ ലിറിക്സ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് തന്നെ ഒരു 4-5 വട്ടം കേട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജാസ്റ്റേട്ടന്റെ പഴയ കുറെ മൂവീസിലെ ആ ഒരു പാട്ടുമായിട്ട് ഒരു സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വെച്ചാല് ഞാൻ പറയാം, ആ പാട്ട് സുരേഷ് ഗോപി അതുപോലെ തന്നെ ആ പാട്ട് ഇനി ഓർത്തിട്ട് ഇന്റർവ്യൂ ഇട്ട് പറഞ്ഞുതരാം. സീരിയസ്ലി ഞാനത് അതുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാക്ക് ടു കൈലാഷേട്ടൻ ഈ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ സീരിയലിലോട്ടും ഡബ്ബിങ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡബ്ബിങ്, അതുപോലെ സീരിയൽ ഏഷ്യനിലൊരു സീരിയലും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സീരിയലിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല. ക്രഷ് പൊട്ടിഞ്ഞു പോയി. അല്ല, ഇടയ്ക്ക് ഡബ്ബിങ് ചെയ്തിട്ടുണ്ട്. ഡബ്ബിങ്ങിലോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ച് പോയതാണോ അതോ അതൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴല്ലേ നമ്മളത്, നമുക്കറിയില്ലല്ലോ വേറൊരാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പൊ അതിങ്ങനെ മണിരത്നം എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ഒരു ലെജൻഡറി ഡയറക്ടറിന്റെ മൂവി വരുന്നു, പൊന്നിയിൻ സെൽവൻ. അപ്പോൾ അതിൽ പൊന്നിയിൻ സെൽവന് വേണ്ടിയിട്ട് സൗണ്ട് ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു നോക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ വോയിസ് ട്രൈ ചെയ്യുന്നു. അവരത് വീണ്ടും മദ്രാസ് ടാക്കീസിന് അയച്ചു കൊടുക്കുന്നു. അവിടെ അതിൻ്റെ ഒരു ടീം അത് കേൾക്കുന്നു. നമുക്കത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഞാൻ പറഞ്ഞ മണിസാറ് കേട്ടോ എന്നുള്ളതല്ല, അതിനെന്തായാലും ഒരു ടീം ഓഫ് ആൾക്കാർ അത് കേൾക്കുന്നു, കേട്ടിട്ട് അത് തിരിച്ച് ഒരു ഫുൾ സീൻ ട്രൈ ചെയ്യാൻ പറയുന്നു. അപ്പം നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ്. കാരണം നമ്മളിതുവരെ നമുക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു
ആക്ടിങ് അല്ലെങ്കിൽ പെർഫോം ചെയ്തതിൻ്റെ ബെറ്റർമെൻ്റ് ആണ് പലപ്പോഴും നമ്മൾ ഡബ്ബിങ് ചെയ്യുന്നു. അപ്പോൾ അതൊരു പുതിയ ഏരിയ ആയിരുന്നു എനിക്കത്. അത് ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷമാണ്. അപ്പം അതിനുശേഷം അത്തരത്തിൽ നമുക്കിങ്ങനെ അങ്ങനെ അതും ത്രില്ലായി തുടങ്ങുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ചെയ്യണം. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ ഇതിലില്ല, ഒരു കാര്യം ചെയ്യാൻ ഡബ്ബിങ് ഉണ്ടല്ലോ. അതെ, നമ്മളിപ്പോൾ അടുത്ത ലെവൽ ഓഫ് ക്വസ്റ്റനിങ്ങാ. ഞാനങ്ങനെ ചോദിക്കാറുണ്ട്, വേണ്ട അതിനകത്ത് എന്തെങ്കിലും സൗണ്ട് വല്ലതും വേണമെങ്കിൽ പറയൂട്ടോ, അത് നമ്മൾ കഴിക്കണം. കാരണം ബേസിക്കലി എന്താ പറയുക, നമുക്ക് സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടമാണ്. അല്ലാതെ നമുക്ക് സിനിമയിൽ ഇന്നതെന്നല്ല, സിനിമയാണ് നമ്മുടെ പ്രശ്നം. അതിന് ഒരു ലെയർ അപ്പുറത്ത് കിട്ടുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ കൈലാഷേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടത് മാത്രമാണ്, ഇന്ന് വരെ ആരും പാടില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് കേട്ടല്ലോ. അല്ല, സീരിയസ്ലി ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്നു. കൊയറിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട് എപ്പോ ഉണ്ട് പാടിയിട്ടുണ്ട്. സിദ്ധു കേട്ടെന്ന് തോന്നുന്നു. സിദ്ധു ഭയങ്കര സീരിയസ് ആയി കൂടാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായിരുന്നു. ചേട്ടാ പാട്ട് പാടുമായിരുന്നു. നമ്മൾ ഈ ഇന്റർവ്യൂവിന്റെ അവസാനം ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒരു പാട്ട് രണ്ടിലേയും മൂളി തരും. പോരെ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ പാടിത്തരും. ഓക്കെ. പിന്നെ ഗൂഗിളിന്റെ ലാസ്റ്റ് ചെയ്ത മൂവി, ഫസ്റ്റ് ചെയ്ത മൂവി എന്ന് വെച്ചാൽ ആടുജീവിതമായിരുന്നു. അതിൽ ഹക്കീം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൽ നിന്നും ഒരു റൊമാൻറ്റിക് ലെവലിലോട്ട് വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു റൊമാൻറ്റിക് ആവുന്ന പറഞ്ഞാൽ സീരിയസ് ആവുന്നതും കൂടി ഇല്ലേ? അല്ല, അത് ജീവിതത്തിലാണ്, സിനിമയുടെ കാര്യമല്ല. സിനിമയുടെ അത് ആടുജീവിതം എന്നുള്ള കഥാപാത്രത്തിലും ഇതിലും ഒരു കോമൺ എലമെന്റ് ശരിക്കും പറയുകയാണെങ്കിൽ. ആടുജീവിതത്തില് ആള് ത്രൈവ് ചെയ്യുന്നത് തണുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു തണുപ്പ്, ആ ഒരു സംഭവം, വെള്ളം. ഇവിടെ ആള് ത്രൈവ് ചെയ്യുന്ന വാംത്താണ്, അവളോടുള്ളൊരു വാംത്താണ്. രണ്ടിലും പക്ഷെ ബ്രോക്കൺ ആണ്. രണ്ടും ഒരു അതാണ് ഇതിന്റെ രണ്ടിന്റെ ഒരു കോമൺ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു മഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെസ്റ്റ് വന്നു, നേരെ പോകുന്ന ഒരു പച്ച ഭയങ്കര ഹരിതാപമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ എങ്ങനെയാണ് നമ്മള് എല്ലാം ഒരു ട്രൈയിങ് ആണ്. എന്റെ ഫസ്റ്റ് ടൈമാണ് ഒരു സ്ക്രീനിൽ എങ്ങനെയാണ് റൊമാൻറ്റിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെയുള്ള എനിക്കും ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. അപ്പം ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഇനി നോക്കാം എന്താണ് ഇതിന്റെ റിസൾട്ടുകൾ വരുന്നതെന്നൊക്കെ. ടിൻചേട്ടാ, ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലോട്ടുള്ള എൻട്രി എന്ന് വെച്ചാൽ ടിൻചേട്ടൻ ഇപ്പം കോമഡി ആണെങ്കിലും അങ്ങനെ കുറേയേറെ സ്റ്റേജ് ഷോസ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി നേടുന്ന ഒരു ജേണി ആയിരുന്നു അല്ലേ? ഞാൻ എൻജോയ് ചെയ്ത ജേണിയാണ്. അങ്ങനെയല്ല, പൊതുവെ ഇല്ലാണ്ട് പറ്റൂല. അതൊരു നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമുക്കത് ഡിഫിക്കൽട്ടി ആയിരിക്കില്ല. കഷ്ടപ്പാടെന്ന് ഞാൻ പറയാറില്ല, അതെന്റെ ഇഷ്ടപ്പാടാണ്, ഇഷ്ടമാണ്. കുറച്ച് വർഷം എടുത്തില്ലേ ടിൻചേട്ടൻ ഈ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്? അത് നല്ലതാണ്. നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവും, പെട്ടെന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഈഗോ ഒക്കെ കൂടിയിട്ട് പ്രശ്നവും. ഇതിനൊന്നും ഈഗോ വന്നിട്ടില്ല, ഒറ്റടിക്ക് പൊങ്ങിയതാണ്. എന്നാലും അങ്ങനെ അല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ പോലെ പടിപടിയായിട്ട് ഈ എല്ലാ വൃക്ഷങ്ങളും പൂക്കുന്നത് ഒരു കാലമല്ല, പല കാലങ്ങളായിരിക്കും. നീലത്താമര വിരിയുന്നത് വേറെ ദിവസമായിരിക്കും, രാക്ഷസി ഉണ്ടാവുന്നത് വേറെ ദിവസമായിരിക്കും, ആടുജീവിതം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സമയം കൊടുക്കും. എൻ്റെ യെറ്റ് ടു കം എന്നാണ് പറയുന്നത്. ഞാൻ വരാനിരിക്കുന്ന വേഷങ്ങളായിരിക്കും. പക്ഷെ 10-25 വർഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ തന്നെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ആ സമയത്ത് വളർന്നു വരുന്ന ആരെങ്കിലും ടിൻചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സജഷൻസ് പറയാം. എല്ലാവരുടെ നല്ല ക്ലോസ് റിലേഷൻ ഉണ്ട്, വെറുപ്പിച്ചിട്ടില്ല ആരും. വെറുതെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ കണ്ടാൽ കട്ട് ചെയ്ത് അങ്ങനെ കളയൂല. മമ്മൂക്ക, ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവരെ, സുരേഷ് ചേട്ടനാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കും. അവരുടെ ഇപ്പൊ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇന്നൊരു ക്യാരക്ടർ ചെയ്യാൻ ഒരാൾ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും. അല്ല, ഈ മൂവിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പം ഈ പറഞ്ഞ പോലെ മമ്മൂക്ക, ലാലേട്ടൻ അവരോടൊക്കെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ശരിക്കും ആദ്യത്തെ എന്നെ വന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നമ്പർ എഴുതിയെടുക്കുന്ന ആൾ ജയരാജ് സാറാണ്. 10-20 വർഷം മുമ്പ് ഒരു സ്റ്റേജ് ഷോ, ഏഷ്യാനെറ്റിൽ ഒരു സ്റ്റേജ് ഷോ ഞാനും പക്രവും കൂടി ചെയ്യുമ്പോൾ ബാക്കിൽ വന്ന് നമ്പർ എടുത്ത് നോട്ടീസ് ചെയ്തുകൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് വിളി വന്നത്. ക്യാമൽ സഫാരി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ ചെയ്തിരുന്നു. പിന്നെ പ്രാഞ്ചേട്ടൻ ആൻഡ് സെയിന്റിൽ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്യാൻ ജയരാജ് സാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പെരുങ്കളിയാട്ടത്തിലാണ് എനിക്ക് നല്ലൊരു വേഷം തരുന്നത്. ഇതിലും പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഏജ് അല്ല ഞാൻ പ്ലേ ചെയ്തിരിക്കുന്നത്, ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോഴാണ് ഒരു ആക്ടറിൻ്റെ ഒരു
കപ്പാസിറ്റി അറിയാൻ പറ്റുള്ളൂ. അവസരം തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിദ്ധാർത്ഥിനെ പോലുള്ള പുതിയ നവ സംവിധായകര് നമുക്ക് അവസരം തരുമ്പോഴേ നമുക്കത് തെളിയിക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നു. ഒരൊറ്റ ദിവസം ഷൂട്ട് ചെയ്ത് ഒരു സീൻ തന്നിരുന്നു. അത് പിന്നീട് റീൽസ് ആയിട്ട് വന്നത്. ഞാൻ കുറെ റീൽസ് ആയിട്ട് വന്നിരുന്നത്. രാത്രി കണ്ടിട്ടുണ്ടോ? ഷൈൻ ടോമും ചാക്കോച്ചനും കൂടി കക്കാൻ കയറുമ്പോ പിടിക്കാൻ പറ്റുന്ന പോലീസാണ്. അപ്പൊ നമുക്കൊരു അവസരം തന്നാലേ, ഒരു കലാകാരൻ എപ്പോഴും അവസരങ്ങൾ കിട്ടണം, എന്നാലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ ഇദ്ദേഹം ഗൂഗിള് ആടുജീവിതത്തിൽ ശരിക്കും വെറുതെ എന്തോ ഒരു ഇന്റർവ്യൂ എന്നാണല്ലേ, വെറുതെ ഒരു ഓഡീഷൻ എന്നാണ്, ഒരു തമാശയായിട്ട് എന്നാണ്. പക്ഷെ ഇത്രയും പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ അവന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, എങ്ങനെ ആടുജീവിതത്തിൽ ഒരു തമാശ രീതി പോയതാണെന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു? തമാശകഥ ഇതുപോലെ ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞ് ഫോട്ടോ വെറുതെ അയച്ചു കൊടുത്തപ്പോ വിളിച്ചു, അതിലങ്ങ് പോയി. ഈസി ആയിട്ട് കിട്ടിയതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ കൊണ്ടുപോയി ഇട്ടതും ഒരു ഭൂമിയില്ല. ഇഷ്ടപ്പെടണം. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടാസ്ക് അല്ലേ. നമ്മളത് കാശ് നോക്കിയിട്ടല്ല, കാശൊക്കെ പിന്നാലെ വരുന്നതാണ്. നമ്മള് ഇത് ഇഷ്ടമാണ്. കാശ് പറഞ്ഞാല് ചായ കൊടുക്കാനാണെങ്കിലും നമുക്ക് ആ ക്യാമറയുടെ പരിസരത്ത് നിൽക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ ഇതിലെ എല്ലാ ജോലികളും ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആള്. ഈ സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഷൈക്കാൻഡ് കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നു അത്? ഓക്കെ, ഞാൻ അത് കണ്ടപ്പോൾ ചോദിക്കണം എന്ന് വെച്ചാൽ സിദ്ധാർത്ഥ ഏട്ടാ, അല്ല അതത്രേ ഉള്ളൂ. അല്ലാതെ കണ്ടു, അത് കഴിച്ചു. അല്ല അത് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത്. കണ്ടിരുന്നു. ഓക്കെ, സിദ്ധാർത്ഥ ഏട്ടാ, ചേട്ടനിപ്പം കുറേയേറെ മൂവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാറിന്റെ കൂടെയുള്ള മൂവി എങ്ങനെയുണ്ടായിരുന്നു? ജയരാജ് സാറിന്റെ കൂടെയുള്ള ആ ഒരു മൂവിയിലെ ജേർണി എങ്ങനെയായിരുന്നു? അഭിനയിച്ച കാര്യമാണ്. അല്ലെ, എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ സാറിന് എടുക്കുന്നത്? ഒബ്വിയസ്ലി ഞാനിവിടെ ഇപ്പൊ സിനിമ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചത് അവിടെ തന്നെയല്ലേ. ഷോട്ട് എന്താന്നും സീൻ എന്താന്നും സിനിമയുടെ ഒരു ബേസിക് സാധനം പുള്ളി എടുത്തത് തന്നെയാണ് പഠിച്ചത്. പിന്നെയാണ് നമ്മൾ സംഭവിക്കുകയും കുറച്ച് നാളെ അഭിനയത്തിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ഞാൻ പ്രിയദർശന്റെ അസിസ്റ്റന്റായി, പ്രിയൻ സാറിന്റെ അസിസ്റ്റന്റായി. സോ ബേസിക്സ് ഇവിടെ തന്നെയാണ് തുടങ്ങി. ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു ജയരാജ് സാറ് സെറ്റിൽ വരുന്ന സമയത്ത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സാറിന്റെ വൈഫ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആയിരുന്നു സെറ്റിലും എല്ലാവരോടും? അങ്ങനെ ഒരു സീരിയസ് ക്യാരക്ടർ അല്ല, നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. അല്ല, അത് ചിലപ്പോ ചേച്ചിയോടായിരിക്കും. പഠിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും ലൈഫ്സ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അനിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പുള്ളിയുടെ അടുത്ത് പോയി പഠിക്കുന്നത് എങ്ങനെ പാട് കൊടുക്കുന്നത്. കാരണം 5-6 പടങ്ങളാണ് കൊറോണയുടെ ടൈമിൽ തന്നെ എടുത്തത്. എല്ലാത്തിലും കൈലാഷം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഏറ്റവും രസം വെച്ചാല് സാറിന് ഞാനിപ്പോ 5 സിനിമ പറഞ്ഞു. സാറിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് പറയണം ഉച്ചക്ക് 3 മണിക്ക് എനിക്ക് പോകണം, അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളൊരു 5 മണിക്ക് പോകണമെങ്കിലാണല്ലോ 3 മണി പറയും. കാരണം നമുക്കറിയാം പിന്നെ മുമ്പോട്ടേക്ക് ഇത് നീങ്ങും. സാറെന്നെ ഇങ്ങനെ ഷോക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്റ്റാർഡം കാണിക്കാന്ന് പറയില്ലേ. അപ്പം ഞാനിങ്ങനെ ഇപ്പൊ നമുക്ക് സങ്കടമാണ്, നമ്മുടെ ഒരു സഹപ്രവർത്തനാണ്, അയാൾക്ക് പോകണം, അയാൾ അതിൻ്റെ ഒരു ടെൻഷൻ. ഒരു 2-2:30 ആകുമ്പോൾ സാറ് ഇനി 1/2 മണിക്കൂറില്ലേ, വേണേ പൊക്കോളൂ എന്ന് പറയും. അപ്പം ഇയാൾ പറയാം, ഞാൻ കണ്ടിട്ടുണ്ട് ആർട്ടിസ്റ്റ്, അല്ല സാർ എനിക്കൊരു 1 മണിക്കൂർ ഓക്കെയാണ്, എല്ലാം എടുക്കാനില്ല, കഴിഞ്ഞു, പൊക്കോ. കാരണം അത് ചുമ്മാ വിടുന്നല്ല, ആവശ്യത്തിന് എടുത്തിട്ട് വിടുകയാണ്. അതായത് ഈ സാർ അങ്ങനെ സ്ക്രിപ്റ്റ് നോക്കൽ ഒന്നുമില്ല. രാവിലെ അങ്ങനെ വന്നിട്ടുണ്ട്, എല്ലാം സാറിൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭയങ്കര സാധനം, സാർ ഒരിക്കലും ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ പാനിക് ആക്കില്ല, ഭയങ്കര കാം ഡൗൺ ചെയ്യും. നമുക്ക് തെറ്റിയാലോ, നമുക്കിനിപ്പോൾ ഒരു ടേക്ക് പോയാലോ, ഇറ്റ്സ് ഓക്കെ, ഞാനെന്താ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടേ. ഞാനിപ്പോൾ ഓർക്കണം, ഞാൻ ഈ അതിപ്പോ ആരും പുള്ളി അങ്ങനെ ഇതാക്കാറില്ല, ഹാർഷായിട്ട് സംസാരിക്കില്ല, ഭയങ്കര ലൈറ്റ്. ഭയങ്കര സാറ് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള സംവിധാനത്തിനൊപ്പം ഭയങ്കര ത്രില്ലെന്ന് പറഞ്ഞ ഈ ആക്ടേഴ്സിനെ ഇങ്ങനെ, അത് ആരെന്നുള്ളത് വിഷയമല്ല, ഇങ്ങനെ ഇരുത്തി അഭിനയിപ്പിച്ച് അതിങ്ങനെ എടുക്കലൊരു ഭയങ്കര ഹരമുള്ള ആളാണ്. ഞാൻ ഈ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തു, മാധവിക്കുട്ടിയുടെ കഥയാണ്, തുമ്പപ്പൂ, ഒരു തുലാഭാരം എന്ന് പറയുന്ന ഒരു കഥ. അപ്പം അതിനകത്ത് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വന്നു. അപ്പോൾ അവർ ബേസിക്കലി യൂട്യൂബറാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് കിച്ചണകത്താണ്. ഇവർ ഇത് ഇങ്ങനെ കിച്ചണിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ.
ഭയങ്കര ഫ്ലുവൻ്റാ, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ സ്പീഡ് കണ്ടിട്ടാണ് സാറ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് ഞാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വിളമ്പി തന്നുകൊണ്ട് ഡയലോഗ് പറയണം. സാർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പ്ലേറ്റ് വെക്കുമ്പോൾ അപ്പം വെക്കാൻ പറ്റുന്നില്ല, അപ്പം വെച്ച് കഴിയുമ്പോൾ കറി എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ഡയലോഗ് തെറ്റുന്നു, ഇങ്ങനെ കൺഫ്യൂഷൻ ആവുകയാണ്. 2-3 ടേക്ക് പോയപ്പം ഞാനിപ്പോൾ അങ്ങനെ സാറിങ്ങനെ അപ്പം ഞാനും നമ്മുടെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഓവർ കോൺഫിഡൻസ് നമുക്കുണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് അവരാദ്യമായിട്ട് അഭിനയിക്കുകയാണല്ലോ, അത് കുഴപ്പമില്ല ഇതെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളും ആവശ്യമില്ലാതെ. അപ്പോൾ സാറ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പരാജയപ്പെട്ട് ഇങ്ങൊന്നേ നിങ്ങൾ എന്ത് രസമായിട്ടാണ് യൂട്യൂബിൽ ചെയ്യണത്, ആ വീഡിയോ നീ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് എന്നെ കാണിച്ചു തരിക. യൂട്യൂബ് എടുത്തിട്ട് അവരുടെ വീഡിയോ, ആക്ച്വലി അത് സാർ അവരെ തന്നെ കാണിക്കണത്, എന്നെ കാണിക്കുന്നു പറയുന്ന ഒരു വ്യാജേന ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എന്ത് രസമായിട്ട് ചെയ്തേക്കണ്, ഇതുപോലെ അങ്ങോട്ട് ചെയ്യുന്നേ പറഞ്ഞോ അടുത്ത ടേക്ക് ഓക്കെയാ. സി ഒരു ആർട്ടിസ്റ്റിനെ അവര് എന്ത് ചോദിച്ചു, നിങ്ങളുടെ കിച്ചണിൽ ഷൂട്ട് ചെയ്യണം സാർ, അടുത്ത ഓപ്ഷൻ ചോദിക്കുക. ഇനി വേറെ ഡൈനിങ് ടേബിൾ ആയതിന്റെ പ്രശ്നമാണോ, അവിടെ ഷൂട്ട് ചെയ്യണം, അവിടെ ഷൂട്ട് ചെയ്യണം, ഈ ഓപ്ഷൻ കൊടുക്കാം. അതൊന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ ഒരു ഇങ്ങനെ കൊടുക്കുക ഓരോ കാര്യങ്ങളെ. അല്ല, ഈ ഒറ്റാലെന്ന് പറയുന്ന സിനിമയെ ഞാൻ സാറിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളത്, ഫാനാണ് ശരിക്കും. ഒറ്റാലില് എവിടെയോ ഈ സിനിമ ഇതിലൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളെ അഭിനയിപ്പിച്ചേക്കുന്നതാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ വിളിച്ചു വെച്ചു, ഈ താമര എവിടെയാണുള്ളത്, ഈ സ്ഥലം എവിടെയാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പുള്ളിയുടെ ഇതായിരുന്നു പ്രാഞ്ചിയേട്ട തുടങ്ങുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. നമ്മുടെ പുള്ളിയുടെ സെർവൻ്റായിട്ട് എൻ്റെ അല്ല വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടപ്പായി, എന്താണ് പുള്ളിയുടെ പേര്, എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ. ആ മെന്റലി റിട്ടയർഡ് പുള്ളി അഭിനയിച്ച് നാഷണൽ അവാർഡ് കിട്ടി. വക്കച്ചനല്ലേ ആക്ടർ നാഷണൽ അവാർഡ് പേര് പോയി. അല്ല കൈലാഷ് പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ ഇപ്പൊ ഒറ്റല്ല ഹീറോനെ നോക്ക്, ആ പടങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം ആരെയാണ് അഭിനയിപ്പിച്ചിട്ട് വെറുതെ 7 നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. എവരി മാൻ ഇസ് ആൻ ആക്ടർ. പക്ഷെ അവരെ സംവിധായകർ കൊണ്ടുവരുന്നതും ക്യാമറമാൻ കൊണ്ടുവരുന്നതും പോലെ ഇരിക്കും. എല്ലാവരും ഇപ്പം ഞാനും നമ്മൾ കാണുന്നില്ല എല്ലാ ആഴ്ചയും സിനിമകളിൽ പുതുമുഖങ്ങൾ വരുന്നു. അപ്പം അവരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അവരുടെയും കൂടി ഒരു കടപ്പാടാണ് ഈ ഫീൽഡ് നിലനിന്ന് പോകണമെന്നുള്ളത്. അത് ഇപ്പം എപ്പോഴും ഇവരെ കൈപിടിച്ചുകൊണ്ട് പോകാൻ ആളുണ്ടാവില്ല. ഇവന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് എല്ലാവരും സിദ്ധാർത്ഥന്റെ പോലെ ആയിരിക്കുമല്ലോ, വിളിച്ചങ്ങോട്ട് വേഷം കൊടുക്കൂല. സിദ്ധുനെ നിർബന്ധിച്ച അഭിനയിപ്പിക്കുന്നതാണ് പുള്ളിനെ. ഇപ്പൊ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ട് പുള്ളി പിന്നെ ആ ട്രാക്ക് വിട്ടിട്ട് വീണ്ടും സംവിധാനത്തിലേക്ക് പോയി. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്താണ് പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്ടിങ്ങിന് എഫോർട്ട് എടുക്കാറില്ല എന്ന് തോന്നുന്നു, ഈ വേണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അങ്ങനെ പുകഴ്ത്തല്ലേ, കാര്യമായിട്ട് പറയാം, നമ്മൾ ഓരോരുത്തര് ഓരോന്ന് വന്ന് വീഴുന്നല്ലേ, ഓരോന്ന് അത് നമ്മള് അറിയുന്നല്ലോ, ഇതൊക്കെ സംഭവിക്കുന്നല്ലേ. ഞാൻ പരിഭാഷ വിളിക്കും. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു PR വർക്ക് വേണ്ടേ, അത് എനിക്ക് തോന്നുന്നു ആക്ടിങ്ങില് സിദ്ധു എടുക്കൂല എന്ന് തോന്നുന്നു. പക്ഷെ ബ്രഹ്മയുഗം കണ്ടപ്പോ മമ്മൂക്കയാണ് ഹീറോ എങ്കിലും ഹീറോ ശരിക്കും സിദ്ധുവിനെ എനിക്ക് ഫീൽ ചെയ്തു. അതെ, ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ആണ്, പെർസ്പെക്റ്റീവ് ഭയങ്കര സ്ക്രീൻ സ്പേസിൽ. അതായത് അത് എളുപ്പമല്ല അങ്ങനെ, കാരണം ആ സിനിമയില് ശരിക്കും ആകെ 3 പേരുള്ളൂ. അതിന്റെ ഡയറക്ടർ ഫസ്റ്റ് പടം ചെയ്തത് നമ്മളെ വെച്ചിട്ടാണ്, അപ്പൊ ഇത് എന്റെ അടുത്ത് നരേൻ പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല, മമ്മൂക്കേനെ വെച്ചിട്ട് അവന് ഡേറ്റ് കിട്ടിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്താണ്ട് 3 പേരുള്ളതൊക്കെ പറഞ്ഞ് അവന് നല്ല ചാൻസ് കിട്ടിയിട്ട് ഇത് സാധനം വേറെ സംഭവമില്ലേ, അതില് മ്യൂസിക്കും ഇതും കൂടി വന്നപ്പോ അപ്പൊ മമ്മൂക്കാട് ഒരു ഇതൊന്നും ഓർത്ത് നോക്ക്, ഇതിങ്ങനെ ആകും എന്നുള്ളത്. അവിടെ ഇരുന്നാ പിന്നെ ചെയ്യണം. ഇപ്പൊ ഏതോ ഫോറിൻ യൂണിവേഴ്സിറ്റീസില് ഫിലിം സ്റ്റഡീസില് UK-ല് ബ്രഹ്മയുഗം അവരുടെ ചാപ്റ്ററായി അനിമേഷൻ പഠിക്കുന്നത്. ഈ പടം പോയി കണ്ടിട്ട് അവർക്ക് നോട്ട്സ് കൊടുക്കണം. അല്ല, അവര് ടെക്സ്റ്റ് ബുക്ക് ആക്കി സൗണ്ട് ഡിസൈനിൽ. അപ്പോ നമുക്ക് നല്ലൊരു എല്ലാവരും കൂടെ ഒരു പാട്ടോടെ നമുക്ക് ഒരു സെഷൻ വൈകിട്ട് എല്ലാരും കൈലാഷേട്ടനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ശാന്തമീ രാത്രി. ആക്ച്വലി ജാസിയേട്ടനെ മിസ് ചെയ്തുകൊണ്ട്, ജാസിയേട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹു കൊണ്ടുവാ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹു കൊണ്ടുവാ,
തപ്പട് ജും ജും തജും തജും തകിൽപ്പുറം കൊട് ജും തജും 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 ജും തപ്പട് ജും തജും 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 തകിൽ തുരം തട് ജും തജും 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 ജും. നഗരതീരങ്ങളിൽ ലഹരിയിൽ മുഴുകാതിരിക്കട്ടെ. സൂപ്പർ താങ്ക് യു സോ മച്ച്